ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന്റെ മനസാക്ഷി കോടതി നിങ്ങളെ വെറുതെ വിട്ടപ്പോ അതിനു മേലെ അമ്മയ്ക്കൊന്നും ചിന്തിക്കാനില്ല മോളെ. മര്യാദയ്ക്ക് പൊയ്ക്കോ ഇവിടുന്ന്. പോകുമ്പോ ഇവളെ കൊണ്ടുപോയിക്കോണം. ആരുടെ മുത്തശ്ശിയാടി? ഏതോ തെരുവിൽ കിടന്ന നിനക്ക് ഞാൻ എങ്ങനെയാ മുത്തശ്ശിയാവുന്നേ? നീ എന്റെ പ്രിയങ്ക മോളെ. പിന്നെ എന്റെ പ്രിയങ്ക മോളെ. പ്രിയങ്കയെ നഷ്ടപ്പെട്ട വേദനയല്ല മുത്തശ്ശി ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. ഇനി എന്റെ പെണ്ണിനെ അങ്ങനെ തൊട്ടാണ്ടല്ലോ. നിന്റെ പെണ്ണോ? ആ അതെ. എന്തേ സംശയമുണ്ടോ? ആ ഉണ്ട്. ആ കാണിച്ചു തരാം. വാ. പ്രിയങ്കയെ കൊന്നത് ഞങ്ങളാണെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഞങ്ങൾ അച്ഛൻ്റെ മുമ്പിൽ നിൽക്കില്ല. അച്ഛന് നിങ്ങളെ സംശയമില്ല. പിന്നെ എങ്ങനെയാ ദേവ പ്രിയങ്ക മോള് മരിച്ചത്? നിന്റെ മോളല്ലേ അവള്? അവളെ ചുട്ടുകൊന്നവരോട് നീ എന്തിനാ പൊറുക്കുന്നേ? അമ്മയൊന്നും മിണ്ടാതിരിക്കേ. എന്റെ രാധിക മോളത് ചെയ്യില്ല. എന്റെ ദൈവത്തോളം തന്നെ ഉറപ്പാ അത്. അച്ഛൻ ഫിദാമരത്തിനടുത്തുനിന്ന് എന്നെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അത്ര ഞാൻ വിശ്വസിച്ചില്ല. ഓ അത് ശരി. അപ്പൊ പുറത്തിറക്കിയത് കണിമംഗലത്തെ കാശല്ല, നീ നിന്റെ മനസാക്ഷി വിറ്റതാ അല്ലേടാ? അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആ ഇപ്പൊ നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി. എന്റെ പ്രിയങ്ക മോൾക്ക് ആരുമില്ലതായി. പക്ഷെ ഒന്നോർത്തോ, ജന്മം കൊടുത്ത അച്ഛനും അമ്മയും എതിര് നിന്നാ പോലും പ്രിയങ്ക മോളെ കൊന്ന കുറ്റത്തിന് ഇവരെ ഞാൻ ശിക്ഷിപ്പിച്ചിരിക്കും. അച്ഛാ,
ഇത്തരം ഒരു സാഹചര്യത്തിലല്ല തുറന്നു പറയേണ്ടതെന്ന് എനിക്കറിയാം. പ്രിയങ്ക എന്റെ ജീവിതത്തിലേക്ക് വന്നത് വലിയൊരു തെറ്റിദ്ധാരണ മൂല. അതിപ്പോ അച്ഛനെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഇയാൾക്ക് കൊടുത്ത സ്നേഹവും ഞാൻ ഇയാളുടെ കഴുത്തിൽ കിട്ടിയ താലിയും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് പ്രിയങ്കയെ ഞാൻ സ്നേഹിക്കാതിരുന്നത്. എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾ സ്വയം ഇല്ലാതാകുന്നതിനെക്കുറിച്ചോ ആരെങ്കിലും ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചോ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. യാഥാർത്ഥ്യങ്ങൾ അല്പം വൈകിയാ മനസ്സിലായത്. അതിന്റെ പരിഹാരത്തിനായി ഞാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കളിമംഗലത്ത് ഞാൻ അച്ഛനെ കാണാൻ വരുന്നുണ്ട്. നിങ്ങളെ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വിവാഹം നീ നടത്തില്ല ദേവ. അതിനു മുമ്പ് ഇവളെ ഞാൻ കൊന്നിരിക്കും. അച്ഛന്റെ മനസാക്ഷി കോടതി നിങ്ങളെ വെറുതെ വിട്ടപ്പോ അതിനു മേലെ അമ്മയ്ക്കൊന്നും ചിന്തിക്കാനില്ല മോളെ. അവള് പോയതില് അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ അതിന്റെ പേരില് കുറ്റം ചെയ്യാത്ത നിങ്ങള് ശിക്ഷിക്കപ്പെടാനും അമ്മ ആഗ്രഹിക്കുന്നില്ല.